തൽബീന, നിങ്ങളാരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഈ ഒരു രുചികരമായിട്ടുള്ള ഭക്ഷണം? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സജസ്റ്റ് ചെയ്തൊരു ഭക്ഷണമാണത്രേ ഇത്. രോഗികൾക്ക് മനസ്സിന് സമാധാനം കിട്ടാനും അവരുടെ വേദനകളും പ്രയാസങ്ങളും കുറയ്ക്കാനും തൽബീന സഹായിക്കുമെന്ന് ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. ബാർലിയും പാലും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തൽബീന ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഇതിനുണ്ട് കേട്ടോ. 8 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള അരക്കപ്പ് ബാർലിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇതിലടങ്ങിയിട്ടുള്ള ഭക്ഷണ നാരുകൾ ദഹനം സുഖകരമാക്കുന്നു, ആമാശയ ക്യാൻസർ പ്രതിരോധിക്കുന്നു, കൊളസ്ട്രോൾ കുറയ്ക്കുന്നു, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു. അങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ആദ്യം തന്നെ ഒരു പാനിലോട്ട് നമ്മൾ 3 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് വെള്ളവും ഏലക്കായും കറുവാപ്പട്ടയും നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ബാർലിയും കൂട്ടിയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അരക്കപ്പ് കുരു കളഞ്ഞിട്ടുള്ള ചെറുതായി കട്ട് ചെയ്ത ഈത്തപ്പഴം ആഡ് ചെയ്യുക. വേറെ ഷുഗറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഇതന്നെ മതി. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രൈ ഫ്രൂട്ട്സും കൂടി ക്രഷ് ചെയ്തത് 1/4 കപ്പ് ആഡ് ചെയ്ത് മിക്സ് ചെയ്താൽ തൽബീന റെഡിയായി. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണമാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്താഴത്തിനാണെങ്കിലും നോമ്പ് തുറക്കുമ്പോഴാണെങ്കിലും ഇത് ഉത്തമമായിട്ടുള്ള ഭക്ഷണം തന്നെയാണ്. അപ്പോൾ ഞാനൊരു ബൗളിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. അതിന് ഡക്കറിന് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മുകളിൽ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ തേനും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണമാണ്. ക്ഷീണമൊക്കെ പമ്പ കിടക്കും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ.